എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെ നമ്പർ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 40 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ വക്രത ആരം എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എഫ് = 40 സെൻറ്റിമീറ്റർ എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ആർ, അതായത് വക്രത ആരമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമുക്കറിയാം, എഫ് = r/2 ആണ്. അപ്പം r = എന്തായിരിക്കും? 2f ആയിരിക്കും അല്ലേ? അപ്പോൾ r = 2f, 2 × f 40 ആണ്. എത്ര കിട്ടും? 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. 20 ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ സ്ഥായി കൂടിയ ശബ്ദം ഏതാണ്? സ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചാണ് അല്ലേ? പിച്ച് ആവൃത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് 4 കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നിൻ്റെ ശബ്ദം ഒരു ഷാർപ്പായിട്ടുള്ള ശബ്ദമായിരിക്കും അല്ലേ? നമ്മുടെ സ്ത്രീകളുടെ ശബ്ദത്തിനാണ് പിച്ച് കൂടുതൽ പുരുഷന്മാരുടേത് വെച്ച് നോക്കുമ്പം. ഓക്കെ, അങ്ങനെ അത് ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എന്താണ് ഈ സ്ഥായി കൂടിയ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നോക്കിക്കേ, സിംഹത്തിൻ്റെ അലറൽ കൊടുത്തിട്ടുണ്ട്, താറാവിൻ്റെ ശബ്ദം, ചീവീടിൻ്റെ ശബ്ദം, പുരുഷ ശബ്ദം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണ്? ചീവീടിൻ്റെ ശബ്ദമാണ് അല്ലേ? അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാവും ആൻസർ ഏതാണ്. അപ്പോൾ സ്ഥായി കൂടിയത് ഏതാണ്? ചീവീടിൻ്റെ ശബ്ദമാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 22, ഇത് കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുമ്പോൾ രൂപപ്പെടുന്ന ചാർജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ നമുക്കറിയാം, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുന്ന ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ? നമ്മൾ ഏതായിരുന്നു, സ്ഥിതവൈദ്യുതി ഒക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇത് പറയുന്നത്. ഓക്കെ, അവിടെ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിലുള്ളതും പറയുന്നുണ്ട്. അതേപോലെ റബ്ബർ തണ്ടും കമ്പിളിയും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഗ്ലാസ് റോഡും സിൽക്കും പഠിച്ചു വെക്കാം കേട്ടോ. മറ്റേത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. നമുക്ക് ഏതാ വേണ്ടത്? ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പോൾ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നേ ശരി ഉണ്ടാവുള്ളൂ. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി കാണും തോന്നുന്നു അല്ലേ? ഓക്കെ, ഇങ്ങനെയായിരിക്കും വൃത്തി ഉണ്ടാവുക. ഓക്കെ, അപ്പം നോക്കിക്കേ, ഈ 4 ഓപ്ഷൻസ് കാണാമല്ലോ, ABCD. ഇതിൽ ഏതെങ്കിലും ഒന്നേ ശരിയുള്ളൂ. അപ്പോൾ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ശരി. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സിൽക്കിനോ? സിൽക്കിൻ്റെ കേസ് എന്താണ്? സിൽക്കിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺ എന്താ? കിട്ടുകയാണ് ചെയ്യുക. ഇലക്ട്രോൺ കിട്ടുന്നത് ആർക്കാണ്? സിൽക്കിനാണ്. അതേതെങ്കിലും രീതിയിൽ ഓർത്ത് വെക്കൂ, ഇല്ലെങ്കിൽ മാറിപ്പോവും. ഞാനെങ്ങനെ ഓർത്ത് വെക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാസ്സൊക്കെ നമ്മളില്ലേ, ഇപ്പം നല്ല ഗ്ലാസ്സൊക്കെ നമ്മൾ നല്ല മിനുസമുള്ള തുണി കൊണ്ടൊക്കെ തുടയ്ക്കൂലേ? ഇപ്പോൾ കണ്ണടേൻ്റെ ഗ്ലാസ് അങ്ങനെയൊക്കെ നമ്മൾ മിനുസമുള്ള നല്ല സിൽക്ക് തുണി കൊണ്ട് തുടയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് എന്താ, ഗ്ലാസിൻ്റെ മുകളിൽ എന്താണ്, പൊടിയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ തുടയ്ക്കുക. അപ്പോൾ ഗ്ലാസ്സിലെ പൊടീനെ ഞാൻ നെഗറ്റിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്ലാസ്സിലെ പൊടി ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തുണിയിലേക്ക് എന്താവുന്നു, ഈ പൊടി ഇങ്ങനെ പോകുന്നു അല്ലേ? ഗ്ലാസ് ക്ലീൻ ആവുന്നു. അപ്പോൾ ഞാൻ എന്ത് മനസ്സിലാക്കുന്നു അറിയോ? ഗ്ലാസ്സിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെടുവാണ് അല്ലേ? ഗ്ലാസ്സിൽ നിന്ന് ആ പൊടിയൊക്കെ നീക്കം ചെയ്യപ്പെട്ടപ്പോഴാണ് ഗ്ലാസ് വൃത്തിയായത്. അപ്പോൾ ഗ്ലാസ്സിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഗ്ലാസ് വൃത്തിയായി, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ സിൽക്ക് തുണി നിങ്ങളൊന്ന് നോക്കി നോക്കുക. ചളിയൊക്കെ സിൽക്ക് തുണിയിലായിട്ടുണ്ടാവും. അപ്പോൾ സിൽക്ക് തുണിക്ക് എന്ത് കിട്ടുന്നു? ചളിയെല്ലാം കിട്ടുന്നു. അതായത് ഇലക്ട്രോൺ എല്ലാം ആർക്ക് കിട്ടുന്നു? ഇലക്ട്രോൺ ആരാണ് സ്വീകരിക്കുന്നത്? സിൽക്ക് തുണിയാണ്. സിൽക്ക് തുണീൻ്റെ ചാർജ് അപ്പം നെഗറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആ കണക്ഷൻ ഇട്ടിട്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഗ്ലാസ് സാധാ തുണി കൊണ്ട് തുടയ്ക്കുന്നത് ആലോചിച്ചാൽ മതി. സിൽക്ക് തുണി കൊണ്ട് തുടയ്ക്കുന്നു, ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, സിൽക്കിന് ഇലക്ട്രോൺ കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 23. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഡൈ ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കാത്തത് ഏതാണ്? അപ്പോൾ ഡൈ ഇലക്ട്രിക് ആയിട്ട് നമ്മൾ കപ്പാസിറ്ററുകളുടെ ഇടയിൽ എന്താണ് ഉപയോഗിക്കുക? ഡൈ ഇലക്ട്രിക് ആയിട്ട് എന്താ ഉപയോഗിക്കുക? ഇൻസുലേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ ഏതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്? പേപ്പറും വായുവും പോളിയസ്റ്ററും ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്.
കോപ്പറാണ് ഇതിൽ വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി, കോപ്പറാണ് വരിക. 23 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 24 സ്ഥിരകാന്തങ്ങൾ അറിയാലോ. ഇത് നിർമ്മിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഉരുക്കാണ് ഉപയോഗിക്കുക. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? അതിൻ്റെ എന്തോ ഒരു കഴിവുള്ളതുകൊണ്ടാണ് നമ്മൾ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഉരുക്കിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ്? റിറ്റൻറ്റിവിറ്റി കൂടുതലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. റിറ്റൻറ്റിവിറ്റി കൂടുതൽ. ഓക്കെ, റിറ്റൻറ്റിവിറ്റി ആണ് കൂടുതൽ. വശകത എന്തായിരുന്നു? വശകത കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവാണ് വശകത. ഈ വശകതയാണ് ആർക്ക് കൂടുതലുള്ളത്? നമ്മുടെ പച്ചിരുമ്പിന് കൂടുതലുള്ളത്. പച്ചിരുമ്പ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? താൽക്കാലിക കാന്തം നിർമ്മിക്കാനല്ലേ നമ്മൾ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നത്. അതിന് വശകത കൂടുതലായിരിക്കും. പക്ഷെ താൽക്കാലികമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റിറ്റൻറ്റിവിറ്റി കുറവായിരിക്കും അല്ലേ? റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് നിലനിർത്താനുള്ള കഴിവാണ് റിറ്റൻറ്റിവിറ്റി. നമ്മൾ വശകതയും റിറ്റൻറ്റിവിറ്റിയും പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉരുക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ശ്രദ്ധിക്കുക. ഉരുക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉരുക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരകാന്തം നിർമ്മിക്കാനാണ് നമ്മൾ ഉരുക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം അതിന് ഏത് കഴിവ് വേണം? ആ കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വേണം. എന്നാലും അത് സ്ഥിരകാന്തമാവുന്നുള്ളൂ. അപ്പം നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉരുക്കിനെ സ്ഥിരകാന്തം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പച്ചിരുമ്പാണെങ്കിലോ, പച്ചിരുമ്പ് നമ്മൾ താൽക്കാലിക കാന്തം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് എന്ത് കൂടുതലാണ്? വശകത, കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവ് കൂടുതലാണ്. പക്ഷെ റിറ്റൻറ്റിവിറ്റി എന്താണ്? കുറവാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി വായിച്ചാൽ മതി, കിട്ടും കേട്ടോ. 25ാമത്തെ ചോദ്യം നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. സ്ഥാനാന്തരവും ദൂരവും എപ്പോഴും തുല്യമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല അല്ലേ? ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർരേഖ ദൂരമാണ്. നമ്മൾ ദൂരം എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച നീളമാണ് അല്ലേ? ആ നേർരേഖ നീളത്തിനെയാണ് നേർരേഖ എന്ന് പറയരുത്. ആകെ സഞ്ചരിച്ച നീളം എന്താണോ, അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് സഞ്ചരിച്ചാലും എയിൽ നിന്ന് ബിയിലേക്കാണ് ഞാൻ സഞ്ചരിച്ചെങ്കിൽ ഇത് മൊത്തത്തിലാണ് എന്ത്? ദൂരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ ഒരു നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം. ഇത് ദൂരം, ഇത് സ്ഥാനാന്തരം. അറിയാലോ ദൂരം സ്ഥാനാന്തരം തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ദൂരം എന്താണ്? ദൂരം ഒരു അദിശ അളവാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം സദിശമാണ്. ഓക്കെ, നമുക്കിപ്പോൾ വേണ്ടത് അത് തമ്മിലുള്ള ഒരു അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാന്തരവും ദൂരം എപ്പോഴും തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? സ്ഥാനാന്തരവും ദൂരം ഒരിക്കലും തുല്യമല്ല. അങ്ങനെയും പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പം ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചു. എൻ്റെ ദൂരം ഇതാണ്, എൻ്റെ സ്ഥാനാന്തരം അത് തന്നെയല്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയും പറയാൻ പറ്റില്ല. സി നോക്കിക്കേ. ദൂരം സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലോ തുല്യമോ ആവാം. ശരിയാണ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എപ്പോഴും മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് ദൂരം എപ്പോഴും സ്ഥാനാന്തരത്തെക്കാൾ ഒന്നെങ്കിൽ കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആവാം. ഓക്കെ, അതുകൊണ്ട് ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡി തെറ്റാണ്. സ്ഥാനാന്തരം ദൂരത്തെക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കിയാൽ ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന. ഓക്കെ, 26ാമത്തെ ചോദ്യം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ കഴിയില്ല. ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനമാണ്? ഏതാണ് വരുന്നത്? പാസ്കൽ നിയമമാണ്. നമ്മളെ ശ്രദ്ധ തെറ്റിക്കാൻ ഇവിടെ ഒരു ബോയിൽ നിയമമുണ്ട്. ബോയിൽ നിയമം എന്താ? PV = ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അതാണ്, അതായത് പ്രഷറും വോളിയവും മർദ്ദവും വ്യാപ്തവും എന്താണ്? വിപരീത അനുപാതത്തിലാണെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? അപ്പം പ്രഷർ വോളിയം മർദ്ദം വ്യാപ്തം എന്ന് കാണുമ്പോഴേക്ക് ബോയിൽ നിയമം എന്ന് ചാടിക്കയറിയൊന്നും എഴുതി പോകരുത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ കഴിയില്ല. അതാണ് പാസ്കൽ നിയമമാണത് പറയുന്നത് കേട്ടോ. ഓക്കെ, 27ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത ദ്രാവകങ്ങളിൽ വിസ്കോസിറ്റി ഏറ്റവും കൂടിയ ദ്രാവകം. ശ്രദ്ധിക്കുക, വിസ്കോസിറ്റി കൂടിയതാണ്. വിസ്കോസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? അധികം അങ്ങനെ ചലിക്കുന്നതായിരിക്കില്ല.
അല്ലേ? ബാക്കി നോക്കിക്കേ, ജലം, മണ്ണെണ്ണ, പെട്രോൾ, അതിൽ നിന്നും വ്യത്യാസമായിട്ട് ആരാ ഇവിടെ ഇരിക്കുന്നത്? തേനാണ്. തേനിനാണ് എന്ത്? വിസ്കോസിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പം വിസ്കോസിറ്റി കൂടുമോ കുറയുമോ? വിസ്കോസിറ്റി കുറയും. ഓക്കെ. 28, ഇന്ത്യയിൽ ധ്രുവദീപ്തി ആദ്യമായി ദൃശ്യമായത് എവിടെയാണ്? ധ്രുവദീപ്തി ഏറ്റവും മുകളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് എവിടെയാണ്? ലഡാക്കാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. 29, വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? വൈദ്യുത വിശ്ലേഷണ നിയമം ഓപ്ഷൻ ഡിയിൽ ഇവിടെ ഹെൻറിച്ച് ഗ്ലീസർ ഒക്കെ ഉണ്ട്, അത് നോക്കണ്ട, നിങ്ങൾ ഇതന്നെ നോക്കിയാൽ മതി കേട്ടോ. ഇതിനകത്ത് തന്നെ ഉണ്ട് നമ്മുടെ ആൻസർ. ആരാണ്? ഓപ്ഷൻ ബി ആണ്, മൈക്കിൾ ഫാരഡേ ആണ് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത്. ഓക്കെ. 30ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ഏത് മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിലാണ് 8 ഇലക്ട്രോണുകൾ ഉള്ളത്? ആരാണ്? ഓപ്ഷൻ സി നിയോൺ ആണ്. നിയോൺ ഏതിൽ വരുന്നതാ? അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങളിൽ വരുന്നതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ 8 ഇലക്ട്രോണുകൾ ഉണ്ടാവും ഏതില്? ബാഹ്യതമ ഷെല്ലിൽ. 31, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ആ പേര് തമ്മിൽ നമുക്കൊരു പ്രാസം ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗിൽബർട്ട് ഇലക്ട്രോൺ ഡോട്ട് കേട്ടോ, ഡോട്ട് ബട്ട് അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഗിൽബർട്ട് ആൻഡ് ലൂയിസ് ആണ് ആൻസർ കേട്ടോ. 31 ഓപ്ഷൻ ബി ആണ് വരിക. 32, താഴെ കൊടുത്തതിൽ ഏകബന്ധനം കാണിക്കുന്ന തന്മാത്ര. രാസബന്ധനം, ഈ ബന്ധനങ്ങൾ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. 32 ഏത് വരും എന്നറിയാവോ? ഓപ്ഷൻ ബി വരും, ഫ്ലൂറിൻ ആണ് ആൻസർ വരിക കേട്ടോ, ഫ്ലൂറിൻ. ഓക്കെ. ഇനി 33, മഗ്നീഷ്യം ക്ലോറൈഡ് രൂപപ്പെടുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മഗ്നീഷ്യം ക്ലോറൈഡ് ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. മഗ്നീഷ്യത്തിന് ഓക്സീകരണം സംഭവിക്കുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ്. ഓക്സീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആ ഒരു പ്രവർത്തനമാണ്. ഓക്കെ. 34, കേരളത്തിൽ ഉയർന്ന ചൂടിന് കാരണമായി തീർന്ന പ്രതിഭാസം. എൽനിനോ ആണ് കേട്ടോ. ഓപ്ഷൻ ബി എൽനിനോ. ഞാനതിങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കി, അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്താ സംഭവം എന്നുള്ളത്. പിന്നെ പസഫിക്കിലെങ്ങാണ്ടും രൂപപ്പെടുന്ന ഒരു ജെറ്റ് പ്രവാഹമോ അങ്ങനെ എന്തൊക്കെയോ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പറഞ്ഞാൽ. അപ്പം എൽനിനോ എന്താണ്? കേരളത്തിൽ ഉയർന്ന ചൂടിന് കാരണമായി തീർന്ന ഒരു പ്രതിഭാസമാണ് എൽനിനോ. 35, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഉൽപ്രേരകം. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? കൊഴുപ്പിനെ, മറ്റേതിനെ, മറിച്ചതിനെ എന്നൊക്കെ പറഞ്ഞിട്ട്, സോറി കേട്ടോ, അങ്ങനെയൊക്കെ മാറ്റുന്നത് ഓരോന്ന് പഠിക്കാനുണ്ട്. അപ്പം അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ആരാണ്? അമിലേസ് ആണ്. അമിലേസ്. ഓക്കെ. ഇനി 36ാമത്തെ ചോദ്യം, കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഹീലിയം ആണ് കാലാവസ്ഥാ ബലൂണുകളിൽ, കാരണം സാന്ദ്രത കുറവായതുകൊണ്ട്. ഓക്കെ. 37, ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മൂലകത്തിന്റെ അയോണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു? മാറിപ്പോരുത്. താഴേക്ക് വരുമ്പം ആറ്റത്തിന്റെ വലുപ്പം എന്താണ്? കൂടിയാണ് വരിക. അപ്പം അയോണീകരണ ഊർജം എന്താണ് സംഭവിക്കുക? കുറയുകയാണ് വരിക. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. 37 ഓപ്ഷൻ എ കുറഞ്ഞു വരുന്നു. ഓക്കെ. 38ാമത്തെ ചോദ്യം, ആന്റിമണി, ജെർമേനിയം തുടങ്ങിയ ലോഹങ്ങളല്ല, ആന്റിമണി, ജെർമേനിയം തുടങ്ങിയവ ഉൾപ്പെടുന്നത് ഏത് വിഭാഗത്തിലാണ്? ലോഹാണോ ഉപലോഹാണോ? ഏതാണ്? ഉപലോഹമാണ് അല്ലേ? ഉപലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ആന്റിമണി, ജെർമേനിയം ഒക്കെ. ഓക്കെ. ഇനി 39, ഹരിതകണത്തിൽ എവിടെ വെച്ചാണ് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്? ജലം വിഘടിച്ചിട്ടാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ ഗ്രാനയാണോ സ്ട്രോമയാണോ നോക്കിയാൽ മതി. സൈലോ ഫ്ലോയോ ഒന്നല്ല, അതിൻ്റെ ധർമ്മം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? പിന്നെ വേരിൽ നിന്ന്, മണ്ണിൽ നിന്ന് ഈ ജലവും ലവണങ്ങളൊക്കെ വലിച്ച് എടുത്ത് ഇലയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇലയുടെ
ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങോട്ട് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ് അല്ലേ. ഫ്ലോയോ ആണെങ്കിൽ ഭക്ഷണം വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയോ ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹരിതകണത്തിൽ എവിടെ വെച്ചിട്ടാണ് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്? ഗ്രാനയാണോ സ്ട്രോമയാണോ? ഗ്രാനയിൽ വെച്ചിട്ടാണ് അല്ലേ. ഗ്രാനയിലാണ് ഏത് നടക്കുന്നത്? പ്രകാശഘട്ടം നടക്കുന്നത്. സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഓക്കെ. 40. ആഗ്നേയ രസത്തിലെ ഏത് എൻസൈമാണ് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്നത്? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ആരാണ്? ട്രിപ്സിൻ ആണ്. പ്രോട്ടീൻ ട്രിപ്സിൻ ആണ് കേട്ടോ. ഓക്കെ. 41. പിത്തരസവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. പിത്തരസം രാസാഗ്നികൾ കാണപ്പെടുന്നു, പ്രോട്ടീൻ വിഘടിപ്പിക്കുന്നു, ഭക്ഷണത്തെ ആസിഡ് ഗുണമുള്ളതാക്കുന്നു. അവസാനം ഇരിക്കുന്നതാണ് നമ്മുടെ ആൻസർ. ഏതാണ്? 41 ഓപ്ഷൻ ഡി, കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. 42. അസ്കോർബിക് ആസിഡ് ഒരു എന്താണ്? ആസിഡാന്നൊന്നും പോയി എഴുതി വെക്കരുത്. അസ്കോർബിക് ആസിഡ് ഏതാണ്? വിറ്റാമിൻ സിന്റെ പേരല്ലേ അസ്കോർബിക് ആസിഡ്. അതുകൊണ്ട് 42 ഏത് വരും? ഓപ്ഷൻ സി വരും. ഓക്കെ. 43. പക്ഷികൾ 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നിന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് സഞ്ചരിക്കുന്നു. പക്ഷിയുടെ ശരീര താപനിലയ്ക്ക് എന്ത് മാറ്റമാണ് വരിക? എന്താണെന്നറിയാമോ? മാറ്റം ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. 43 ഓപ്ഷൻ ഡി ആണ് വരിക. 44. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊൽക്കത്തയിലാണ്. ഓപ്ഷൻ ബി, കൊൽക്കത്ത. 45 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ശാസ്ത്രീയ നാമമാണ് കൊടുത്തിരിക്കുന്നത്. നാസിക ബെട്രാക്കസ് സഹ്യാദ്രൻസിസ്. നാസിക ബെട്രാക്കസ് സഹ്യാദ്രൻസിസ് ആരാ? പേരൊക്കെ കേട്ടാൽ ഞാൻ വിചാരിച്ചു പക്ഷിയോ വല്ലതും ആയിരിക്കുന്നു. പക്ഷെ അല്ല, തവളയാണല്ലോ. തവളയാണ് കേട്ടോ. തവള നിങ്ങളൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കൂ, നല്ല ഭംഗിയുള്ളൊരു തവളേനെ കാണാം. നാസിക ബട്രാക്കസ് സഹ്യാദ്രൻസിസ് കേട്ടോ, തവളയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 26 ക്വസ്റ്റ്യൻസ് എങ്ങാണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ടോട്ടൽ 26 ചോദ്യങ്ങളാണ് തോന്നുന്നു നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നോക്കൂ. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഓരോന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.